മധ്യപ്രദേശിലെ ജബൽപൂർ രൂപതയിലെ കമരിയ എന്ന സ്ഥലത്ത് ജനിച്ചു. 2012 റോസ്മിനിയൻ സഭയിൽ ചേർന്ന് സന്യാസ വൈദിക പരിശീലനം ആരംഭിച്ചു. 2013 കോയമ്പത്തൂരുള്ള റോസ്മിനിയൻ നോവിഷ്യേറ്റ് ഹൗസിൽ ചേർന്ന് 2015 ഏപ്രിൽ 26 തൻ്റെ പ്രഥമ വക്താനം നടത്തി. ബലിപീഠത്തിൽ ഒരു മെഴുതി അഭിഷേകമേകുന്നു ദൈവം. അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഞങ്ങളെ തന്നെ പരിപൂർണമായും സമർപ്പിക്കുന്നു എന്ന് ഈ സഹോദരങ്ങൾ ഏറ്റ് പറയുമ്പോൾ അവരുടെ ഈ സന്നദ്ധതയെ ദൈവം ആശീർവദിച്ച് സ്വീകരിച്ച് ഈ പൗരോഹിത്യ ജീവിതം അവർക്കും അവർ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറാൻ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, ദിവ്യമഹിമകൾ പാടുന്നു. നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ ജനത്തെ ഭരിക്കുന്നതിന് വൈദികരുടെ ശുശ്രൂഷ അങ്ങ് പ്രയോജനപ്പെടുത്തുന്നുവല്ലോ. ഇന്ന് വൈദിക ശുശ്രൂഷയിലേക്ക്
അങ്ങ് തിരഞ്ഞെടുക്കാൻ തിരുവുള്ളമായ അങ്ങേ സഭയുടെ പ്രിയ ഡീക്കന്മാർ അബി നിക്കോളാസ്, ആരോഗ്യ എസ് എറസം, ലോറൻസ് സ്വാമി, സോജൻ ജോൺ ബ്രിട്ടോ എന്നിവർക്ക് അങ്ങേ തിരുമനസ്സിനോടുള്ള നിരന്തര വിധേയത്വം നൽകണമേ. അങ്ങനെ ഇവരുടെ ശുശ്രൂഷാധർമ്മത്താലും ജീവിതത്താലും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം പ്രാപിക്കാൻ ഇവർ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. But we have one who has been tempted in every way that we are, though he is without sin. Let us be confident then in approaching the throne of grace, that we shall have mercy from him and find grace when we are in need of help. The word of the Lord. Hallelujah. 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 കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമേൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ളെ റോസ്മിനിയൻ സഭയുടെ ഇന്ത്യൻ പ്രവിശ്യയുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ചൻ ഫ്രാൻസിസ് മേനാച്ചേരി പേര് ചൊല്ലി വിളിക്കുന്നു. അർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തുതി എന്ന് പ്രത്യുദ്ധരിക്കുന്നു. Let those to be ordained priests please come forward. Abhi Nicholas, Arogya Ezhelarasan, Lawrence Sami, Sojan John Brito. Most Reverend Father, Holy Mother Church asks you to ordain these, our brothers, to be the responsibility of the priesthood. Do you know them to be worthy? After inquiry among the Christian people and upon the recommendation of those responsible, I testify they have been found worthy. Relying on the help of the Lord God and our Savior Jesus Christ, we choose these our brothers
for order of the priesthood. Thanks be to God. എത്രയും സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, ഇന്ന് വളരെ സന്തോഷപ്രദമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ 4 പ്രിയമുള്ള സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. ഡീക്കൻ അബി നിക്കോളാസ്, ആരോഗ്യ എഹ്ലരസൻ, ലോറൻസ് സ്വാമി, സോജൻ ജോൺ ബ്രിട്ടോ, ഈ 4 സഹോദരങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, എല്ലാ വൈദികരുടെയും, സന്യസ്തരുടെയും, മാതാപിതാക്കളുടെയും, സഹോദരിയുടെ നാമത്തിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുന്നു, പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് പൗരോഹിത്യ സ്വീകരണം നമ്മൾ ഇവിടെ നടത്തുമ്പോൾ ഇന്ന് വായിച്ചു കേട്ട വായന ഭാഗങ്ങൾ നമ്മളെ ഒരു ഒറ്റ കാര്യത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. എന്ത് യോഗ്യതയാണ് ഒരു വൈദികനാകാൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് ഇന്ന് നാം വായിച്ചു കേട്ട വായനാ ഭാഗങ്ങൾ നമ്മളോട് പറയും. അത് പ്രത്യേകമാംവിധം സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് പത്രോസിനെ അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു ചോദിക്കുന്ന ചോദ്യമാണ്. നീ എല്ലാവരെക്കാളും അധികം ആയി, എല്ലാറ്റിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ എനിത്തിങ് എൽസ്? മറ്റെല്ലാറ്റിനുമുപരി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതാണ് യഥാർത്ഥത്തിൽ യേശു പത്രോസിനോട് തൻ്റെ അജപാലന ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ചോദിക്കുന്ന ചോദ്യം. പത്രോസ് മറുപടി പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നാമത് പറഞ്ഞപ്പോൾ വീണ്ടും അത് തന്നെ യേശു ആവർത്തിച്ചു. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പറഞ്ഞു, ഐ ഡു ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിന്റെ 3-ാം തവണയും, തേർഡ് ടൈം, ഹീസ് ആസ്കിങ്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും പത്രോസിന് വല്ലാതെ വിഷമം തോന്നി. എന്തിനാണ് വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് പത്രോസ് വിചാരിച്ചു കാണും. പിന്നെ പത്രോസ് പറയുന്ന ഉത്തരത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ, നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഉത്തരത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യേശു പറയുന്നത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈ ഉത്തരം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം, ഉറപ്പുവരുത്തിയ ശേഷം യേശു പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതായത് ഒരു ക്രിസ്തു ശിഷ്യനായി മാറുന്നത് യേശുവിലുള്ള സ്നേഹത്തെ പ്രതിയാണ്. യേശുവിൽ ആഴമായി അവന് വിശ്വാസവും സ്നേഹവും എന്തുമാത്രമുണ്ടോ അതിൻ്റെ തോതനുസരിച്ചായിരിക്കും ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലെ വിജയവും പരാജയവും നിർണയിക്കുന്നത്. എല്ലാറ്റിനേക്കാളും എല്ലാവരെയും കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് യേശു നമ്മോട് പറയുന്നത്, നീ എൻ്റെ അജപാലകനായിരിക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതാണ് യഥാർത്ഥത്തിൽ അജപാലകന് ഉണ്ടായിരിക്കേണ്ട
ഒരേ ഒരു യോഗ്യത എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ച് കേട്ടത്. പത്രോസിനെ യേശു തന്നോടുള്ള സ്നേഹം അവൻ പ്രകടിപ്പിച്ചപ്പോൾ അവനെ സഭയുടെ തലവനാക്കി അജപാലകനാക്കി മാറ്റിയതുപോലെ ഇന്ന് നമ്മുടെ 4 സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ അവര് വളർന്ന് യേശുവിനെ അറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ സ്നേഹത്തിൽ അനുദിനം വളർന്നുകൊണ്ട് ഇന്ന് അവരും പറയുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓരോരുത്തരും അവര് കൊടുക്കുന്ന മറുപടി ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഉറപ്പിലാണ് യേശു പറയുന്നത്, ഞാൻ നിന്നെ പുരോഹിതനായി അവരോധിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു പോകുന്നത് ഒരു കഥയാണ്. അതായത് ഒരു പ്രൗഢ ഗംഭീരമായ സദസ്സില് ഒരു നടനും ഗായകനുമായ ഒരു മനുഷ്യനോട് അവരെല്ലാം കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആ പാട്ടുകാരൻ എല്ലാവരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഏത് പാട്ട് പാടണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴ് ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ആ സദസ്സില് കുറച്ച് വൈദികരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ 23-ാമത്തെ സങ്കീർത്തനം ഒന്ന് പാടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഈ പാട്ടുകാരൻ പറഞ്ഞു, ഞാൻ പാടാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ ഈ പാട്ട് പാടിയ ശേഷം ആരെങ്കിലും അത് ഒന്നുകൂടെ പാടണം. അങ്ങനെ ആ വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഞാൻ പാടാം എന്ന് പറഞ്ഞു. ആരും അതിന് തയ്യാറായില്ല. അപ്പൊ ഈ പറഞ്ഞ അച്ഛൻ തന്നെ പറഞ്ഞു, ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, പിന്നെ ഈ ഒരു വ്യവസ്ഥയിലാണ് അങ്ങ് പാടുന്നതെങ്കിൽ അങ്ങ് പാടിയതിനു ശേഷം ഞാൻ പാടാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ പാട്ട് അയാൾ മനോഹരമായി പാടാൻ തുടങ്ങി. അയാൾ വലിയ പ്രശസ്തനായ ഒരു പാട്ടുകാരനാണ്. പാട്ട് പാടിയ ശേഷം ആ പാട്ട് കേട്ട എല്ലാവരും എന്ത് മനോഹരമായിട്ട് അദ്ദേഹം പാടി, താളവും ഈണവും എല്ലാം ഒത്തിണങ്ങി വളരെ മനോഹരമായിട്ട് കാതുകൾക്ക് ഇമ്പമായിട്ട് അദ്ദേഹം ആ പാട്ട് പാടി അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, അഭിനന്ദിച്ചു. അത് കഴിഞ്ഞിട്ട് ഊഴം ഈ അച്ഛൻ്റെതാണ്. ഈ അച്ഛൻ പാടണം, അതാണല്ലോ വ്യവസ്ഥ. അപ്പോഴ് ഈ അച്ഛൻ പാടാൻ തുടങ്ങി. അച്ഛൻ പാടി ആ സങ്കീർത്തനം അവസാനിപ്പിച്ചു. അവിടെ ആരും കരഘോഷം മുഴക്കുന്നത് കേട്ടില്ല. ഈ ആർപ്പ് വിളികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരേപോലെ ഈറനണിഞ്ഞു. അവര് കണ്ണീരിൽ മുങ്ങി എന്നാണ് പറയുന്നത്. ഇത് കണ്ട ആ ഗായകൻ, വളരെ പ്രശസ്തനായ ഗായകൻ പറഞ്ഞു, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഞാൻ പാടിയത് കേട്ടു, അത് നിങ്ങളുടെ കാതുകളിലും നിങ്ങൾക്ക് വളരെ ഇമ്പമുള്ളതായി തോന്നി. പക്ഷേ ഈ ഫാദർ, ഹി സാങ് നോട്ട് ആസ് എ സിംഗർ. അദ്ദേഹം പാടിയത് ഒരു പാട്ടുകാരനായിട്ടല്ല. ഐ നോ ദ സോങ് ആൻഡ് ഹി നോസ് ജീസസ്. അയാൾ പറഞ്ഞത് അതാണ്. അതായത് എനിക്ക് പാട്ടറിയാം, അയാൾക്ക് ഇടയനെ അറിയാം, ആ പാട്ട് ഉൾക്കൊള്ളുന്ന ഇടയനെ അറിയാം. അതുകൊണ്ട് ഹി ടച്ച്ഡ് യുവർ ഹാർട്ട്, ബട്ട് ഐ ഓൺലി റീച്ച്ഡ് ടു യുവർ ഇയേഴ്സ്. അദ്ദേഹം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു, ഞാൻ നിങ്ങളുടെ കാതുകൾ തൊട്ടു എന്ന് മാത്രം. എന്റെ പ്രിയ സഹോദരരെ,
യഥാർത്ഥത്തില് ഒരു വൈദികന്റെ ആ അന്തസ്സിലേക്ക് ഉയരുന്നത് ഒരേ ഒരു ഗുണം കൊണ്ടാണ്, ഒരേ ഒരു യോഗ്യത കൊണ്ടാണ്. അവൻ യേശുവിനെ സ്വന്തമാക്കുമ്പോഴാണ് അവൻ യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നത്. വാസ്തവത്തിൽ ആദ്യത്തെ വായന സാമുവേലിനെ വിളിക്കുന്നതാണ്. സാമുവേലിനെ ദൈവം വിളിക്കുന്നു. സാമുവേൽ യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ ജീവിതത്തെ എന്താണ് പറയേണ്ടത്, എന്താണ് ഉത്തരം കൊടുക്കേണ്ടത് അവനൊന്നും വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഏലിയുടെ സഹായം കൊണ്ട് സാമുവേൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, ദൈവത്തിനെ സ്വന്തമാക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ മാതൃക രണ്ടാമത്തെ വായനയിൽ നമ്മൾ കേട്ടത്, നമുക്ക് ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നിടത്താണ് പൗരോഹിത്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത്. അവിടെയാണ് യേശുവിനോടുള്ള സ്നേഹമാണ് യേശുവിനെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഈ കൂദാശകളും വചനപ്രഘോഷണങ്ങളും പൗരോഹിത്യ ധർമ്മങ്ങളും മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു എന്ന് വരില്ല. ഹൃദയങ്ങളെ സ്പർശിക്കണമെങ്കിൽ ഇഫ് യു വിഷ് ടു ടച്ച് ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ യു ബിക്കം ക്രൈസ്റ്റ് ഹിംസെൽഫ്. മറ്റുള്ളവരെ തൊടാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയേ പറ്റൂ. ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണം, അത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, ആ സംഗീതജ്ഞൻ പറഞ്ഞതുപോലെ, ഐ ടച്ച്ഡ് ദ ഇയേഴ്സ് ഓഫ് ദ പീപ്പിൾ ബട്ട് ഹീ ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കാൻ, ഹൃദയങ്ങളെ സ്പർശിച്ച യേശുവിനോടുള്ള സ്നേഹം, അത് മാത്രമാണ് യോഗ്യത. ഞാൻ ഈ ഓർഡിനേഷന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പ്രൊവിൻഷ്യൽ അച്ഛൻ എനിക്ക് നിങ്ങളുടെ എന്താണ് ആ പുസ്തകം, മാക്സിംസ്, അതെ, നമ്മുടെ ഈ 6 മാക്സിംസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന 6 മാക്സിംസിൻ്റെ ആ ഒരു പുസ്തകം തന്നു. എനിക്കെല്ലാം വായിക്കാൻ പറ്റില്ല, ഞാനൊന്ന് വെറുതെ കണ്ണോടിച്ചു നോക്കി. അതിൽ പറയുന്ന 6 മാക്സിംസും ഞാനൊന്ന് നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഒരൊറ്റ വാക്കിൽ നിർത്താവുന്നതേ ഉള്ളൂ. അതായത് എന്താ പറയുന്നത്, ഒന്നാമത് നിങ്ങൾ ദൈവത്തെ പ്ലീസ് ചെയ്യുക, അല്ലേ, ദൈവത്തെ എല്ലാത്തിലും പ്രീതിപ്പെടുത്തുക. ഇനി ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ യഥാർത്ഥത്തിൽ എപ്പോഴും നിങ്ങളുടെ തന്നെ ഇടയിലുള്ള ആ ഒരു യൂണിറ്റി, കമ്മ്യൂണിയൻ, അത് കാത്തു സൂക്ഷിക്കുക. നമ്മുടെ തന്നെ അയോഗ്യതകളെ കുറിച്ചുള്ള അറിവ്, ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. അക്നോളജ് യുവർ നത്തിങ്നെസ്, നമ്മളൊന്നുമല്ല എന്നുള്ള ആ വിചാരം നിങ്ങൾക്കുണ്ടാകണം. എല്ലാത്തിലും ഡിവൈൻ പ്രോവിഡൻസ്, ദൈവ പരിപാലനയിൽ നിങ്ങളെ നൽകുക. എന്റെ പ്രിയ സഹോദരരെ, ഞാനിത് ഏതാണ്ടൊക്കെ നോക്കിയപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ഇഫ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു, ഈ പറയുന്ന മാക്സിംസ് ആർ ഇൻകംപ്ലീറ്റ്. എൻ്റെ പ്രിയ സഹോദരരെ, ഇന്ന് റോസ്മീനിയൻ സഭയിലെ 4 വൈദികരായിട്ട് നിങ്ങൾ മാറുമ്പോൾ ഈ 6 മാക്സിംസ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിനെ ഒന്നാക്കി മാറ്റുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ സ്നേഹമാണ്. ഇന്ന് പൗരോഹിത്യം നിരവധി വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഈ വെല്ലുവിളികളെല്ലാം അതിന് ഉള്ള ഉത്തരം എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു ദൈവസ്നേഹം, ദൈവസ്നേഹത്തിൽ അടിയുറച്ച ജീവിതം, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക തന്നെയാണ്. അതിന് മറ്റൊരു ഉത്തരമില്ല. ഒരു പുരോഹിതനെ പുരോഹിതനാക്കുന്നത് യേശുവിലുള്ള അഗാധമായ ഐക്യവും സ്നേഹവും കൂട്ടായ്മയുമാണ്. അവനിൽ നിന്ന് ഓരോ ദിവസവും ശക്തി സംഭരിച്ചുകൊണ്ട്, അവനിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കൂദാശകളിലൂടെയും വചനത്തിലൂടെയും നമ്മുടെ സത്പ്രവൃത്തികളിലൂടെയും ഒക്കെ ഒഴുക്കുമ്പോഴാണ്
പൗരോഹിത്യ ജീവിതം അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. ഈ ഒരു പൗരോഹിത്യ ജീവിതയാത്രയിൽ ഈ ഒരു ചിന്ത എന്നും നമുക്ക് വഴിവിളക്കായി തീരട്ടെ. നമ്മൾ എന്നും ഈ പൗരോഹിത്യ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം ക്രിസ്തുവിനോട് അടുത്തിരിക്കുന്നു, എന്തുമാത്രം ആഴമായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ചോദ്യോത്തരം നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ മുഖമായി നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പൗരോഹിത്യം അർത്ഥപൂർണമാകും, സന്തോഷപൂർണമാകും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. Be a blessing to yourself and to the people whom you meet in your way of priesthood. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പൗരോഹിത്യ സ്വീകരണ കർമ്മവേളയിൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നാം ഏറ്റ് ചൊല്ലേണ്ടതുണ്ട്. നമുക്കെല്ലാം ഒന്നു ചേർന്ന് ആ ഏകദൈവത്തിലുള്ള വിശ്വാസം ഏറ്റ് പറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. വൈദിക പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലയെക്കുറിച്ചുള്ള അർത്ഥികളുടെ സന്നദ്ധത അഭിവന്ദ്യ പിതാവ് പരിശോധിക്കുന്നു. My dear brothers, before you enter the order of priesthood, you must declare before the people your intention to undertake this office. Do you resolve, with the help of the Holy Spirit, to discharge without fail the office of priesthood in the presbyteral rank as worthy fellow workers with the order of bishops for the Lord's flock? Do you resolve to exercise the ministry of the word worthily, wisely, preaching the gospel and teaching the Catholic faith? Do you resolve to celebrate faithfully and reverently, accord with church tradition, the mysteries of Christ, especially the sacrifice of the Eucharist and the sacrament of reconciliation, for the glory of God and the sanctification of the Christian people? Do you resolve to implore with us God's mercy upon the people entrusted to your care by observing the command to pray without ceasing? Do you resolve to be united more closely every day to Christ High Priest, who offered himself for us to the Father as a pure sacrifice, and with him to consecrate yourselves to God for the salvation of all? My brother, do you promise respect and obedience to your superiors? I do. May God, who has begun the good work in you, bring it to fulfillment. Kaniyaname
ഏകനാം പരിശുദ്ധ പിതാവും വൈദികഗണവും വിശ്വാസത്തിൽ നിങ്ങളുടെ കൃപയാൽ നിലനിന്നിടാൻ കനിയണമെന്നിവർ പ്രാർത്ഥിക്കുന്നു. അഖില ജനത്തിനും ഐക്യം ശാന്തിയും അരുളാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലിവരെ സുദൃഢം പരിപാലിക്കാൻ കഴിയണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരെ അനുഗ്രഹിപ്പാറാകണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അനുഗ്രഹങ്ങൾ വർഷിച്ചിവരെ പരിപാവനരായി തീർക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ടോരിവരിൽ അനുഗ്രഹിച്ചതി പാവനരാക്കി പ്രേഷിതമായ അഭിഷേകം ചെയ്യാൻ വിനയസമേതം പ്രാർത്ഥിക്കുന്നു. സജീവനാകും ദൈവത്തിൻ സുതനാമീശോ മിശിഹായേ, ഞങ്ങളനയിക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങ് കേൾക്കണമേ. അങ്ങയുടെ ഈ ദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രഭാവവും വർഷിക്കണമേ. പുരോഹിതന്മാരായി അവരോധിക്കപ്പെടുന്നതിന് ഇവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ അങ്ങ് ഞങ്ങളുടെ ഈ എളിയ തീരുമാനം അംഗീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
Draw near, O Lord, Holy Father, Almighty and eternal God, author of human dignity. It is you who apportion all graces. Through you everything progresses. Through you all things are made to stand firm. To form a priestly people, you appoint ministers of Christ your Son by the power of the Holy Spirit, arranging them in different orders. Already in the earlier covenant, offices arose, established through mystical rites. When you set Moses and Aaron over your people to govern and sanctify them, you chose men next in rank and dignity to accompany them and assist them in their task. So too, in the desert, you implanted the spirit of Moses in the hearts of 70 wise men, and with their help, he ruled your people with greater ease. So also, upon the sons of Aaron, you poured an abundant share of their father's plenty, that the number of the priests prescribed by the law might be sufficient for the sacrifices of the tabernacle, which were a shadow of the good things to come. But in these last days, Holy Father, you send your Son into the world, Jesus, who is apostle and high priest of our confession. Through the Holy Spirit, he offered himself to you as a spotless victim, and he made his apostles, consecrated in the truth, shares in his mission. You provided them also with companions to proclaim and carry out the work of salvation throughout the whole world. And now we beseech you, Lord, our weakness, to grant us these helpers that we need to exercise the priesthood that comes from the apostles. Grant, we pray, Almighty Father, to these your servants the dignity of priesthood. Renew deep within them the spirit of holiness. May they henceforth possess this office which comes from you, O God, and is next in rank to the office of bishop. And by the example of their manner of life, may they instill right conduct. May they be worthy co-workers with our order, so that by their preaching and through the grace of the Holy Spirit, the words of the gospel may bear fruit in human hearts and reach even to the ends of the earth. Together with us, may they be faithful stewards of your mysteries, so that your people may be renewed in the waters of rebirth and nourished from your altar, so that sinners may be reconciled and the sick raised up. May they be joined with us, Lord, in imploring your mercy for the people entrusted to their care and for all the world. And so may the full number of the nations gathered together in Christ be transformed into your own people and made perfect in your kingdom. Through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, one God, forever and ever. Amen. അവരോധന കർമ്മം. കർത്താവ് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. Now I request all the respective priests to come forward to investiture with stole and chasuble.
the Lord Jesus Christ, whom the Father anointed with the Holy Spirit and power, guard and preserve you, that you may sanctify the Christian people and offer sacrifice to God. ഹൃദയപൂർവ
ഹൃദയപൂർവം ഞാൻ ഹൃദയപൂർവം പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ പുരോഹിതർ വിശുദ്ധ അൾത്താരയെയും അങ്ങേ ജനത്തെയും ശുശ്രൂഷിക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ ദാസരുടെ ശുശ്രൂഷ അങ്ങേക്കെന്നും പ്രീതികരമായിരിക്കാനും അങ്ങേ സഭയിൽ എന്നെന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ഏകപുത്രനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പ്രധാന പുരോഹിതനായി അങ്ങ് അവരോധിക്കുകയും അങ്ങേ വിസ്മയനീയമായ പദ്ധതി അനുസരിച്ച് അവിടുത്തെ ഏക പൗരോഹിത്യം സഭയിൽ തുടർന്നു പോകാൻ തിരുവുള്ളമാകുകയും ചെയ്തു. എന്തെന്നാൽ അവിടുന്ന് സ്വന്തമാക്കിയ ജനത്തെ രാജകീയ പൗരോഹിത്യത്താൽ അലങ്കരിക്കുക മാത്രമല്ല, അവിടുത്തെ ദിവ്യ ശുശ്രൂഷയിൽ കൈവയ്പു വഴി പങ്കാളികളാകാൻ സഹോദര നിർവിശേഷമായ സ്നേഹത്താൽ മനുഷ്യരെ അവിടുന്ന് തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങേ മക്കൾക്ക് പെസഹ വിരുന്നൊരുക്കിക്കൊണ്ട് അവിടുത്തെ നാമത്താൽ മനുഷ്യരക്ഷയുടെ ബലി അവർ നവീകരിക്കുകയും അങ്ങേ വിശുദ്ധ ജനത്തെ സ്നേഹത്തോടെ നയിക്കുകയും വചനത്താൽ പരിപോഷിപ്പിക്കുകയും കൂദാശകളാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയെ പ്രതിയും സഹോദരരുടെ രക്ഷയ്ക്കു വേണ്ടിയും ആത്മാർപ്പണം ചെയ്ത് ക്രിസ്തുവിനോട് അനുരൂപരാകാനും വിശ്വാസത്തിലും സ്നേഹത്തിലും അങ്ങേക്ക് നിരന്തരം സാക്ഷ്യം വഹിക്കാനും അവർ പരിശ്രമിക്കുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വാങ്ങിയും ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി
അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന് രക്ഷാകരമായ പീഠാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള അവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലിയും സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സുസപ്പാക്കി മെത്രാനോടും ക്രിസ്തുദാസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല വിശുദ്ധരോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവള്ളമായ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നവരോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തമാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന് മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. നീ വന്നു വാഴണമേ.
ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഇടറുമെൻ വഴികളിൽ കാവലായി നിൽക്കണേ. സ്നേഹമായണയണമേ, ഉള്ളിൽ നീ നിറയണമേ. കനിവിൻ ദീപമേ, ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഓസ്തിയായി ഇന്നു നീ ഉള്ളിലണയും നേരം. നിന്നിലൊന്നറിഞ്ഞിടുവാൻ, നിന്നിലൊന്നായി തീരുവാൻ. ആത്മനാഥനേ, ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഇടറുമെൻ വഴികളിൽ കാവലായി നിൽക്കണേ. സ്നേഹമായണയണമേ, ഉള്ളിൽ നീ നിറയണമേ. കനിവിൻ ദീപമേ, ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. സങ്കീർത്തനം 100-ാം 4-5 വാക്യങ്ങൾ. അയോഗ്യരെങ്കിലും ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്ന ദൈവവചത്തെ അന്വർത്ഥമാക്കി പൗരോഹിത്യമെന്ന മഹാദാനത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സന്തോഷത്തിലും പ്രതിസന്ധിയിലും സ്നേഹത്തിൻ്റെ
പരിപാലനയുടെ കരസ്പർശമായ സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി. കൈവയ്പ് ശുശ്രൂഷയിലൂടെ ഞങ്ങളെ പൗരോഹിത്യമെന്ന വലിയ ദാനത്തിലേക്ക് നയിച്ചതിനും ദിവ്യബലി അർപ്പണത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിനും ഒരു നല്ല പിതാവിൻ്റെ സ്നേഹവും കരുതലും അനുഭാവവും റോസ്മീനിയൻ സന്യാസ സഭയ്ക്ക് നൽകുന്നതിനും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം അഭിപന്യ ക്രിസ്തുദാസ് പിതാവിന് കൃതജ്ഞത അർപ്പിക്കുന്നു. റോസ്മീനിയൻ സന്യാസ സഭയിൽ ഞങ്ങളുടെ സന്യാസ പൗരോഹിത്യ പരിശീലന കാലയളവിൽ എല്ലാ തലങ്ങളിലും പങ്കാളികളാകുകയും പൗരോഹിത്യമെന്ന മഹത്തായ ദാനം സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും അനുമതി നൽകുകയും ചെയ്ത ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ റവറൻഡ് ഫാദർ മാർക്കോ തങ്കേത്തിക്കും ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഫാദർ ഫ്രാൻസിസ് മേനാച്ചേരിക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ റോസ്മീനിയൻ സന്യാസ പൗരോഹിത്യ പരിശീലന കാലയളവിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി നിന്ന എല്ലാ ഗുരുഭൂതർക്കും സ്നേഹപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ, നാളിതുവരെ പൗരോഹിത്യമെന്ന ശുശ്രൂഷയിലേക്ക് നടക്കുവാൻ ഞങ്ങൾക്ക് കരുത്തായത് നിങ്ങളുടെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളും ഇരുകരവും ഉയർത്തിപ്പിടിച്ചുള്ള ജപമാല പ്രാർത്ഥനയും അതിരങ്ങളിലെ സുഹൃത ജപങ്ങളും ഒക്കെയായിരുന്നു. ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവത്തിന് പ്രതിഫലം പ്രതീക്ഷിക്കാതെ തിരികെ പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകുന്നു. സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾക്ക് ഒരുപാട് നന്ദി. നാളിതുവരെ ഞങ്ങൾക്ക് താങ്ങായി തണലായി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും അഭ്യുതകാംക്ഷികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. തിരുപ്പട്ട സ്വീകരണ കർമ്മത്തിലും ദിവ്യബലി അർപ്പണത്തിലും ഞങ്ങളോടൊത്ത് ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹ ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം കൃതജ്ഞത അറിയിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ സന്യാസ സമൂഹങ്ങളിലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും സുപ്പീരിയേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഇന്നീ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കാൻ ഞങ്ങളെ സഹായിച്ച, പ്രത്യേകിച്ച് ദേവാലയ പുഷ്പാലങ്കാരം നിർവഹിച്ച റോസ്മീനിയൻ സിസ്റ്റേഴ്സിനും ശ്രീമതി ഫിജി റിച്ചാർഡിനും സ്വാഗത നൃത്തമൊരുക്കിയ ബക്കീത്ത കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കിയ കനോൻഷ്യൻ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ തിരുപ്പട്ട കർമ്മം വെട്ടുത്ര ഇടവകയ്ക്ക് അനുഗ്രഹവും അനുഭവമാക്കി തീർത്തത് സ്നേഹ ബഹുമാനപ്പെട്ട വെട്ടുത്തുറ ഇടവക വികാരി റവറൻഡ് ഫാദർ ജെറോം അൽഫോൺസിൻ്റെ സഹകരണവും സ്നേഹവും കരുതലും അതുപോലെ തന്നെ ഇടവക മക്കളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ്. ദൈവം വികാരി അച്ഛനെയും ഇടമക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും റോസ്മീനിയൻ സന്യാസ സഭയുടെയും കൃതജ്ഞത സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇന്നേ ദിനം അനുഗ്രഹപൂർണവും മനോഹരവുമാക്കി തീർത്തത് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനോടൊപ്പം ചേർന്നു നിന്ന് അക്ഷീണം പരിശ്രമിച്ച വെട്ടുത്തറ റോസ്മിനി ആശ്രമം റെക്ടർ ജൻസൺ പോൾ അച്ഛനും അഡ്മിനിസ്ട്രേറ്റർ വിജോയ് അച്ഛനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമാണ്. സ്നേഹ ബഹുമാനപ്പെട്ട ജൻസൺ അച്ഛനും വിജോയ് അച്ഛനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹൃദ്യമായ കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഈ സുദിനം മനോഹരമാക്കാൻ കഠിനാധ്വാനം ചെയ്തത് ഞങ്ങളുടെ അനുജന്മാരായ സ്കോളാസ്റ്റിക്സും നോവിസസും പോസ്റ്റ്ലൻഡുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കരുതലിനും സഹകരണത്തിനും സ്നേഹപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. തിരുപ്പട്ട കർമ്മത്തിലും ദിവ്യബലിയിലും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും സഹോദരിമാർക്കും ഒത്തിരി നന്ദി. അൾത്താര ശുശ്രൂഷകർക്കും
പ്രത്യേകിച്ച് രാജേഷേട്ടനും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ സുദിനം മനോഹരമാക്കാൻ ഞങ്ങൾക്ക് കരുത്തായ മാർഷൽ ചേട്ടനും ഞങ്ങളുടെ സജിച്ചേട്ടനും ഒത്തിരി നന്ദി. തിരുപ്പട്ട ഒരുക്ക കർമ്മങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങളെ ഒരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛൻ റവറൻ ഫാദർ അജിത്തിനെയും ഫാദർ ഷൈനീസ് ബോസ്കോയെയും നന്ദിയോടെ ഓർക്കുന്നു. കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. A few words of gratitude in English. I, Reverend Father Sojan John Brito, on behalf of my companions, Reverend Father Abi Nicholas, Reverend Father Arogyam Ezhilarasan, Reverend Father Michael Lawrence Sami, extend heartfelt thanks to all of our beloved fathers in all the provinces for your support, concern, love, and more importantly, for your prayers to make this day a special one. Let us be united in prayer. Once again, with immense joy, on behalf of my companions, I extend heartfelt gratitude to you all. Thank you very much. കുറച്ച് വാക്കുകൾ ഇറ്റാലിയൻ ഭാഷയിലും നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Alcune parole del ringraziamento anche nella lingua italiana. Io, Don Sojan John Brito, a nome dei miei confratelli Don Abi, Don Arogyam, Don Lorenzo, estendo la mia sentita gratitudine a tutti i nostri amati padri dell'grande sforzo, sostegno, dedizione e amore per formarci come santi e buoni sacerdoti rosminiani. Grazie di cuore, cari padri. ഞങ്ങളുടെ ജീവിതത്തിലെ ഈ അനുഗ്രഹ ദിനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഈ ദിവസം മനോഹരമാക്കാൻ എത്തിക്കുകയും ചെയ്ത ഏവരെയും സ്നേഹപൂർവ്വം കൃതജ്ഞതയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, സോജനച്ചൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് റോസ്മിനി ആശ്രമത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും അതിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് വേണം പോകാനെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ദിവ്യബലി അങ്ങേ പുരോഹിതരെയും അങ്ങേ എല്ലാ ദാസരെയും ഉജ്ജീവിപ്പിക്കട്ടെ. അങ്ങനെ നിരന്തര സ്നേഹത്താൽ അങ്ങയോട് ഒന്നായി ചേർന്ന് അങ്ങേ മഹിമയ്ക്ക് സമുചിതമായി ശുശ്രൂഷ ചെയ്യാൻ അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. സഭയുടെ സ്ഥാപകനും നിയന്താവുമായ ദൈവം പൗരോഹിത്യധർമ്മം വിശ്വസ്ത മനസ്സോടെ നിർവഹിക്കാൻ തൻ്റെ കൃപയാൽ നിങ്ങളെ നിരന്തരം കാത്തുപാലിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ ലോകത്തിൽ ദിവ്യസ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ശുശ്രൂഷകരും സാക്ഷികളും അനുരഞ്ജനത്തിൻ്റെ വിശ്വസ്ത കാർമ്മികരുമായി തീരാൻ ഇടയാക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ ക്രിസ്തു ശരീരത്തിൻ്റെ ഐക്യത്തിലേക്ക് കൂടുതലായി വളരാനും ജീവനുള്ള അപ്പവും ജീവന്റെ വചനവും വിശ്വാസികൾക്ക് നൽകുന്ന
യഥാർത്ഥ ഇടയന്മാരായി തീരുവാനും ഇടയാക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും